നമുക്കൊരു സ്കേർട്ടും ടോപ്പും തയ്ക്കാം. 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ അളവിലാണ് സ്കേർട്ടും ടോപ്പും തയ്ക്കുന്നത്. ഏകദേശം 1.5 മീറ്ററോളം തുണി ആവശ്യമുണ്ട്. ഇത് സ്കേർട്ട് പാർട്ട് തയ്ക്കുന്നതിനായിട്ടുള്ള തുണിയാണ്. ഇതുപോലെ 2 പീസ് തുണിയാണ് നമുക്ക് സ്കേർട്ട് പാർട്ട് തയ്ക്കാനായിട്ട് വേണ്ടത്. ഇതിൻ്റെ ലെങ്ത് 10 ഇഞ്ചും വിഡ്ത്ത് 35 ഇഞ്ചുമാണ്. 10 ഇഞ്ച് ലെങ്തും 35 ഇഞ്ച് വിഡ്ത്തുമുള്ള 2 പീസ് തുണിയാണ് സ്കേർട്ട് തയ്ക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇതിന് ലൈനിങ്ങും കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. ലൈനിങ്ങിന് വിഡ്ത്ത് കറക്റ്റ് 35 ഇഞ്ച് തന്നെയാണ്. പക്ഷേ ലെങ്ത് 1 ഇഞ്ചോ 2 ഇഞ്ചോ കുറച്ചെടുത്താൽ മതി. സ്കേർട്ടിന് 10 ഇഞ്ചാണ് ലെങ്ത്. അപ്പം ലൈനിങ്ങിന് ഒരു 9 ഇഞ്ച് അല്ലെങ്കിൽ 8 ഇഞ്ച് എടുത്താൽ മതി. ഇവിടെ 9 ഇഞ്ചാണ് എടുക്കുന്നത്. ഇതുപോലെ 2 സ്ട്രിപ്പ് കൂടി നമ്മൾ കട്ട് ചെയ്ത് വെക്കണം. ലെങ്ത് 4 ഇഞ്ചും വിഡ്ത്ത് 15 ഇഞ്ചുമാണ്. ഇനി അതിനുള്ള ലൈനിങ്ങും കൂടി കട്ട് ചെയ്യുന്നുണ്ട്. ലെങ്തും വിഡ്ത്തും കറക്റ്റ് തന്നെ 4 ഇഞ്ചും 15 ഇഞ്ചും. എന്നിട്ട് ലൈനിങ്ങും നല്ല തുണിയും ചേർത്ത് വെച്ചിട്ട് താഴെയും മുകളിലുമായിട്ട് നമുക്ക് ഓരോ സ്റ്റിച്ച് കൊടുക്കാം. നല്ല വശം തമ്മിൽ ചേർത്ത് വെച്ചിട്ട് താഴെയും മുകളിലുമായിട്ട് ഓരോ സ്റ്റിച്ച്. നല്ല വശത്തേക്കൊന്ന് തിരിച്ചെടുക്കാം. ഇനി സ്കേർട്ട് പാർട്ടിൽ ലൈനിങ് തുണി അറ്റാച്ച് ചെയ്യാം. സ്കേർട്ട് പാർട്ടിൻ്റെ ചീത്തവശത്താണ് നമ്മൾ ലൈനിങ് തുണി അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി സ്കേർട്ടിൽ നമുക്ക് ആവശ്യത്തിന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. സ്ട്രിപ്പിൻ്റെ വീതിയും സ്കേർട്ടിൻ്റെ വീതിയും ഒരുപോലെ ആയിരിക്കണം സ്കേർട്ടിൽ പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം. രണ്ടും കറക്റ്റ് അളവിൽ വരുന്നതിനായിട്ട് നമുക്ക് സ്കേർട്ടിൻ്റെ സെൻറ്ററും സ്ട്രിപ്പിൻ്റെ സെൻറ്ററും ഒന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. പകുതി വരെ, അതായത് സ്കേർട്ടിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തല്ലോ, ആ പകുതി വരെയും നമ്മൾ പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം സ്ട്രിപ്പിൻ്റെ സെൻറ്ററും സ്കേർട്ടിൻ്റെ സെൻറ്ററും ഒരേപോലെയാണോ വന്നിരിക്കുന്നത് നോക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം കൂടി നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ കറക്റ്റായി പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ട്. ഇപ്പം സ്ട്രിപ്പും സ്കേർട്ടും ഒരുപോലെ തന്നെ ഒരേ അളവിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 2 സ്കേർട്ട് പാർട്ടും നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞു. നമ്മൾ ഈ സ്കേർട്ടിൻ്റെ പകുതി ഭാഗം ഇലാസ്റ്റിക്കാണ്, അതായത് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഫ്രണ്ടിൽ ഇലാസ്റ്റിക് വെക്കുന്നില്ല. അപ്പോൾ ഇലാസ്റ്റിക് വെക്കാത്ത ഭാഗത്തായിട്ട് ഒരു സ്റ്റിഫ് പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇലാസ്റ്റിക്കിൻ്റെ അളവ് എത്രയാണോ അത്രയും അളവിലാണ് സ്റ്റിഫ് പേപ്പർ കട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഇലാസ്റ്റിക്കിൻ്റെ അളവ് 8 ഇഞ്ചാണ്. അപ്പോൾ ആ 8 ഇഞ്ചിലാണ് നമ്മൾ സ്റ്റിഫ് പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിക്കുന്നത്. ഇനി ഈ സ്ട്രിപ്പിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് 2 സൈഡും അടിച്ചെടുത്ത് ഇതുപോലെ ആക്കി എടുക്കുക. സ്ട്രിപ്പ് ജോയിൻ ചെയ്ത പോലെ ഇനി സ്കേർട്ടിൻ്റെ 2 വശങ്ങളും ജോയിൻ ചെയ്യുക. നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് 2 സൈഡും ജോയിൻ ചെയ്തെടുക്കുക. സ്കേർട്ടിൻ്റെ 2 സൈഡും ജോയിൻ ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി സ്ട്രിപ്പ് സ്കേർട്ടിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാം. സ്കേർട്ടിൻ്റെ ചീത്തവശത്താണ് സ്ട്രിപ്പിൻ്റെ നല്ല വശം അറ്റാച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്കേർട്ടിൽ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് സ്റ്റിഫ് പേപ്പർ ഒട്ടിച്ചു വച്ചിരിക്കുന്ന ആ വശമല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് വശമാണ്. കണ്ടല്ലോ, സ്റ്റിഫ് പേപ്പറിൻ്റെ ഓപ്പോസിറ്റ് വശമാണ് അറ്റാച്ച് ചെയ്യുന്നത്. അതൊരു അരയിഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം.
ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാം. സ്കേർട്ടിൻ്റെ പകുതി ഭാഗം മാത്രമേ ഇലാസ്റ്റിക് ഇടുന്നുള്ളൂ. വേസ്റ്റിൻ്റെ പകുതി എത്രയാണെന്ന് നോക്കുക. വേസ്റ്റിൻ്റെ പകുതിയിൽ നിന്നും ഒരു 2 ഇഞ്ച് കൂടെ കുറച്ചിട്ടാണ് ഇലാസ്റ്റിക് കട്ട് ചെയ്യേണ്ടത്. സ്ട്രിപ്പ് സ്കേർട്ടിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 1 സൈഡ് മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. സ്റ്റിഫ് പേപ്പർ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന വശം അറ്റാച്ച് ചെയ്തിട്ടില്ല. അത് ഓപ്പൺ ആണ് ഇപ്പോഴും. അതുവഴിയാണ് നമ്മൾ ഇലാസ്റ്റിക് കയറ്റുന്നത്. ഇലാസ്റ്റിക് ഇവിടെ 8 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇലാസ്റ്റിക് കയറ്റാം. ഇലാസ്റ്റിക് കയറ്റി കഴിഞ്ഞാൽ 2 വശം ഒരു പിൻ വെച്ചൊന്ന് കുത്തുന്നത് നല്ലതാണ്. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രം ആ പിന്ന് മാറ്റിയാൽ മതി. ഇലാസ്റ്റിക് കയറ്റിയതിന് ശേഷം ഇലാസ്റ്റിക്കിൻ്റെ 2 അറ്റവും സ്ട്രിപ്പിൻ്റെ 2 വശത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കണം. ഇലാസ്റ്റിക് കയറ്റിയതിന് ശേഷം സ്ട്രിപ്പിൻ്റെ 2 വശത്തേക്കും 2 അറ്റവും സ്റ്റിച്ച് ചെയ്ത് വെക്കണം. അതിനുശേഷം ബാക്കിയുള്ള ഓപ്പണായിട്ട് കിടക്കുന്ന വശം, അതായത് സ്റ്റിഫ് പേപ്പർ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന വശം സ്കേർട്ടിൻ്റെ നല്ല വശത്തേക്ക് ആക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. സ്കേർട്ട് ഹാഫ് സൈഡ് ഇലാസ്റ്റിക് ഇട്ട് ഹാഫ് സൈഡ് സ്റ്റിഫ് പേപ്പർ ഒട്ടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടി കൂടി മടക്കി അടിക്കേണ്ടതുണ്ട്. ഇനി ടോപ്പ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് 4ആയി മടക്കിയിട്ട തുണിയാണ്. 4ആയി മടക്കിയിട്ട് കഴിയുമ്പോൾ ഇതിന് 8 ഇഞ്ച് വീതിയാണ് ഉണ്ടായിരിക്കേണ്ടത്. അതായത് 4ആയിട്ട് മടക്കുമ്പോൾ 8 ഇഞ്ച്, ടോട്ടൽ 32 ഇഞ്ച് വീതിയായിരിക്കണം. 32 ഇഞ്ചെന്ന് പറയുമ്പോൾ 82 സെൻറ്റിമീറ്ററോളം വരുന്നുണ്ട്. ലെങ്ത് 13 ഇഞ്ചാണ്. ഇനി ഭാഗങ്ങൾ അടയാളപ്പെടുത്താം. ആദ്യം ഷോൾഡർ 4 ഇഞ്ചിൽ അടയാളപ്പെടുത്തുക. ഷോൾഡർ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്തുനിന്നും താഴേക്ക് ആം ഹോൾ 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം അതൊരു സ്ക്വയറാക്കി വരയ്ക്കാം. ചെസ്റ്റ് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ചെസ്റ്റ് സൈസ് എത്രയാണോ അതിൻ്റെ 4 കണ്ടിട്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. വേസ്റ്റ് 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. വേസ്റ്റ് സൈസിൻ്റെ 4 കൂടെ 2 ഇഞ്ച് കൂടി ആഡ് ചെയ്തിട്ട് വേസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് പോയിൻറ്റിൽ നിന്നും വേസ്റ്റ് പോയിൻറ്റിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ആം ഹോള് 1/2 ഇഞ്ചിൽ ഷേപ്പ് ചെയ്തെടുക്കാം. നെക്ക് 2.25 ഇഞ്ചാണ്. അത് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ആം ഹോളിൻ്റെ സൈഡിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്ത് കളയുക. ടോപ്പിനുള്ള ലൈനിങ് തുണി കട്ട് ചെയ്യാം. അതിനായി ലൈനിങ് തുണി നിവർത്തി വയ്ക്കുക. അതിന് മുകളിലായി ടോപ്പ് നിവർത്തി വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ സൈഡിൽ കൂടി ചോക്ക് കൊണ്ട് ഒരു മാർക്കിംഗ് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
തമ്മിൽ ചേർത്ത് വെച്ച് ആം ഹോളും കഴുത്തിൻ്റെ ഭാഗവും തയ്ച്ചെടുക്കാം. ആം ഹോളും കഴുത്തിൻ്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ചെറിയ കട്ട്സ് അവിടെ കൊടുക്കാം. ഇനി നല്ല വശം തിരിച്ചെടുക്കാം. ഏഴിഞ്ച് നീളവും 1.5 ഇഞ്ച് വീതിയുമുള്ള 2 സ്ട്രിപ്സ് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. അതേ നീളവും വീതിയുമുള്ള 2 ലൈനിങ് തുണികളും കട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ സ്ട്രിപ്പിൻ്റെ ചീത്തവശത്തായിട്ട് ലൈനിങ് തുണി സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ട്രിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2 സൈഡും ജോയിൻ ചെയ്തെടുക്കുക. അടിയും മടക്കി അടിക്കുക. ഒരു പ്രാവശ്യം മടക്കി അതിനുശേഷം ഒന്നുകൂടി മടക്കുക. ലൈനിങ്ങിൻ്റെയും അടി മടക്കി അടിക്കേണ്ടതുണ്ട്. സ്കേർട്ടിൻ്റെ സൈഡ് ജോയിൻ ചെയ്യുകയും അടി മടക്കി അടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ കസവിൻ്റെ പീസ് നമുക്ക് ഈ ടോപ്പിൻ്റെ അടിഭാഗത്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ അകത്തേക്ക് മടക്കിയിട്ട് മുകൾ വശത്തു കൂടി തയ്ച്ചെടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.